ഹലോ, നമുക്കൊന്ന് നോമ്പിന് വളരെ വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയാലോ. ഇതിനായിട്ട് ഞാൻ ജ്യൂസ് അടിക്കുന്ന മുന്തിരി ഇനി അത് കുറച്ച് കുരുവുള്ള മുന്തിരിയാണെങ്കിൽ കുഴപ്പമില്ല, അതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രയാണ് ജ്യൂസ് വേണ്ടത് അതിൻ്റെ ഏകദേശം കുറച്ച് വെള്ളം വെച്ച് നന്നായി തിളച്ച ശേഷം നമ്മൾ കഴുകി വെച്ച മുന്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നോമ്പ് തുറക്കൽ പരിപാടിയുടെ ഇടയിൽ നിന്ന് ആ തിരക്കിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ചെറിയ പോരായ്മകളുണ്ടാവും, പക്ഷേ ജ്യൂസ് വളരെ ടേസ്റ്റാണ്. അതാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് കരുതിയത്. പിന്നെ നമ്മൾ ഈ സമയത്ത് തീ ഓഫാക്കിയിട്ടില്ല, ഓഫാക്കണമെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമ്മൾ ആവശ്യത്തിൽ കുറച്ച് അധികം പഞ്ചസാര ഇടുന്നതായിരിക്കും നല്ലത്. കാരണം മുന്തിരി ചെറിയൊരു പുളിപ്പും അതുപോലെ പഞ്ചസാര മധുരം കൂടി ചേരുമ്പോഴാണ് മുന്തിരി ടേസ്റ്റ് പറയുന്നത്. ഇനി നമുക്കത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് തിളക്കും, കാരണം തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി തിളച്ച് മുന്തിരി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ ചേഞ്ച് ആവും, നമ്മുടെ മുന്തിരിയുടെ കളറായി മാറും. പിന്നെ അത് പെട്ടെന്ന് എടുക്കരുത്, കുറച്ച് സമയം ഒരു 2-3 മിനിറ്റൊക്കെ നന്നായി തിളച്ച ശേഷം മാത്രം എടുത്താൽ മതി കേട്ടോ. ഇതുണ്ടോ, കളറൊക്കെ ചേഞ്ച് ആയിട്ട് മുന്തിരി കളറായി മാറിയിട്ടുണ്ട്. അതിന് തൊലിയൊക്കെ ഒന്ന് വേറിട്ട് പോരുന്ന ആ സമയം വരെ കേട്ടോ. ഇത് നന്നായി തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ കണ്ടോ, നന്നായി കുറച്ച് നല്ല കളറായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലികളും എല്ലാം തന്നെ വേറിട്ട് പൾപ്പൊക്കെ വേറെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതൊന്ന് ഷെയർ ചെയ്യാനും പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്കിത് പുറത്തെടുത്ത് നന്നായി തണുത്തതിന് ശേഷം ജ്യൂസ് അടിക്കാം കേട്ടോ. ചൂടോടുകൂടി ജ്യൂസ് അടിക്കരുത്. ഒരു പകുതി ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മൾ നേരത്തെ ചേർത്ത പഞ്ചസാര പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ജ്യൂസ് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യത്തിന് നമുക്ക് വേണ്ട തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ജ്യൂസ് അടിച്ചിട്ട് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ജ്യൂസ് അടിക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂട് പോയതിന് ശേഷം മാത്രം ജ്യൂസ് അടിക്കുക കേട്ടോ. കാരണം ചൂടോട് കൂടി അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചാലോ ഒന്നും ചൂട് പോവില്ല. നന്നായി തിളച്ച് വന്ന മുന്തിരി വെള്ളമാണ്, അതുകൊണ്ട് നന്നായി ചൂടുണ്ടാകും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഫസ്റ്റ് ഇട്ടത് നമ്മൾ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം. നമ്മളിത് തിളപ്പിക്കാതെ സാധാരണ മുന്തിരി വെള്ളം ഒഴിച്ച് അടിക്കുന്ന ജ്യൂസിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ജ്യൂസ് ഇതേപോലെ ഇരിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജ്യൂസ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസൊക്കെ പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണേ. താങ്ക്